ഇപ്പോൾ അജ്മീർ ഖാജ എന്ന് പറയുമ്പോൾ ആ ജീവിതകാലത്തിൽ എന്താണോ ഉണ്ടായിരുന്നത്, ജീവിതകാലത്ത് എന്താണോ അവിടെ ഉണ്ടായിരുന്നത്, അതുതന്നെയാണ് നമുക്ക് അവരുടെ ദേഹവിയോഗത്തിന് ശേഷവും നമ്മളവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാളുകളും വരുന്ന, ഏതാളുകൾക്കും പോകാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ മമ്പുറം തങ്ങൾ, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ മമ്പുറം മക്കാമൊക്കെ തന്നെയും ഈ അർത്ഥത്തിലുള്ള ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ മതാധികാരത്തിൻ്റെ റൂട്ട് ചിലപ്പോൾ ഇങ്ങനെ, അല്ലെങ്കിൽ അവിടെയും ചിലപ്പോൾ ഇപ്പോഴും നമുക്ക് അവിടെ എല്ലാവർക്കും കയറി ചെല്ലാലോ. ഇപ്പം മുമ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു രൂപത്തിൽ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പം ഗുരുവിൻ്റെ കാലത്ത്, ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്ത് ഗുരു ഒരു പ്രത്യേക തരത്തിൽ എന്താ പറയുക, ഈ സൂഫിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഫസ്റ്റായിട്ട് നമുക്ക് ഓർമ്മ വരിക, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു സംഭവം, അവർ ഈ നമ്മളിപ്പോൾ ആചരിക്കുന്ന ആചാരങ്ങളെ വളരെയധികം ശ്രദ്ധയോടുകൂടി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് അധികം ചെയ്യുകയും അവർ വേറെ ഏതോ ഒരു ലോകത്തുള്ള മനുഷ്യന്മാരായിട്ടും അവർ പറയുന്ന വർത്തമാനങ്ങളൊന്നും നമുക്ക് മനസ്സിലാവാത്ത, അല്ലെങ്കിൽ നമ്മൾ കേൾക്കേണ്ടതൊന്നുമല്ല, നമ്മളിങ്ങനെ പണിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, ആ ഒരു രൂപത്തിലൊക്കെ നമ്മൾ പോയാൽ മതി. അത് നമുക്കൊന്നും പറ്റാത്ത, അല്ലെങ്കിൽ നമുക്കൊന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത എവിടെയോ ഒരു അധോലോകമൊക്കെ പോലെ ഇങ്ങനെ പറയാറുണ്ട്. അതല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്നൊക്കെ മാറി ഒരു മലമുകളിൽ ഒറ്റയ്ക്ക് സന്യാസത്തിലൊക്കെ ഇരുന്നിട്ട് ആ ഒരു രൂപത്തിൽ പറയപ്പെടാറുണ്ട്, അല്ലെങ്കിൽ സൂഫിസത്തിന് ആ ഒരു രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. പക്ഷേ അതേസമയം ഇപ്പോൾ ഇച്ചയുടെ പാട്ടുകളൊക്കെ പാടുന്ന സമയത്ത്, അതല്ലെങ്കിൽ നമ്മളിപ്പം മീരാബായിയുടെ പാട്ട് പറയുന്ന സമയത്ത് ബിൻസി പലപ്പോഴും ഇങ്ങനെ വിശദീകരിച്ചിട്ട് കേട്ടിട്ടുണ്ട്. മീരാബായി എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരിയാണ്, ആ പാട്ട് പാടുന്നത് പാകിസ്ഥാനിലുള്ള ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം സൂഫിസത്തിന് ഇങ്ങനൊരു അതിർത്തി ലംഘിക്കലുണ്ട് എപ്പോഴും. അപ്പം എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, സൂഫിസത്തിന് ഒരു രാഷ്ട്രീയമുണ്ടോ? അതിന് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ ദൈനംദിന ജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്താനായിട്ടുണ്ടോ? അങ്ങനെ ഒരു രാഷ്ട്രീയം ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയത്തിന് സമകാലിക രാഷ്ട്രീയത്തിൽ, അതായത് ഞാൻ ഈ കക്ഷി രാഷ്ട്രീയം എന്നുള്ള രൂപത്തിലല്ല പറയുന്നത്, ഈ ഒരു സമകാലിക രാഷ്ട്രീയത്തിൽ അതിനെന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളതാണ്. ഈ സുഹൈലിൻ്റെ ഈ ചോദ്യത്തിൽ തന്നെ ഒരുപാട് അടരുകളുണ്ട്. ഞാൻ ഓരോന്നിങ്ങനെ എനിക്കറിയുന്നത് പോലെ പറയാൻ ശ്രമിക്കാം. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ സാധാരണ ജനങ്ങളുമായിട്ടുള്ളവരുടെ ഒരു ബന്ധം, ചില ആളുകൾ വിചാരിക്കുന്നു ഇവർ പറയുന്നത് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാകാത്ത അങ്ങനെ കാര്യങ്ങൾ, അവരെവിടെയോ പോയി ധ്യാനപ്പെട്ടിരിക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ഹൈ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യാലിറ്റി, ഒരു ബുദ്ധിയുടെ ഏറ്റവും ഉന്നതമായൊരു തലമുണ്ടല്ലോ, ആ തലത്തിലുള്ള ആളുകൾ മതാത്മകതയെ, മതമല്ല ഞാൻ പറയുന്നത്, മതത്തിലൂടെ ഏതൊരു മനുഷ്യനിലുണ്ടായി വരേണ്ടത്, ചുറ്റുപാടിലുണ്ടായി വരേണ്ടത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ കൂടിയിട്ട് നമുക്ക് ആ മതാത്മകത എന്ന് വിളിക്കാം. അപ്പോൾ അത്രയും ബുദ്ധിയുടെ ഉന്നത തലത്തിലെത്തിയ ആളുകൾ ഈ റിലീജിയോസിറ്റിയെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ഈ മിസ്റ്റിസിസം എന്ന് പറയുന്നത്. ഇസ്ലാമിലാണെങ്കിൽ തസവുഫ്, നമ്മൾ അതിപ്പോൾ എങ്ങനെ ഇടകലർത്തി പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത് രണ്ടും വേറെയാണോ? ഇപ്പോൾ നിങ്ങൾ തന്നെ ചാനലിൽ ഇടുമ്പോഴത്തേക്ക് എന്തിനാണ് നാരായണ ഗുരു ഇതായിരുന്നോ എന്നൊക്കെ അങ്ങനെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത്രയും ക്വസ്റ്റ്യൻസൊക്കെ വരട്ടെ. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ആളുകൾ ഇതിനെ മനസ്സിലാക്കുന്നുണ്ട്. ഏറ്റവും ബുദ്ധിയുടെ ഉന്നതമായ തലത്തിലെത്തിയ ആളുകൾ ആത്മീയതയെ, അല്ലെങ്കിൽ സ്വന്തത്തെ, മനുഷ്യൻ ആരാണെന്നുള്ള ചോദ്യത്തെ മനസ്സിലാക്കുന്ന രീതിയാണിത്. നമ്പർ 1. 2, അത്രയൊന്നും എത്താത്ത ഏറ്റവും സാധാരണക്കാരായ ആളുകളും മനസ്സിലാക്കുന്ന രീതിയാണ്. ഒരർത്ഥത്തിൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നൊട്ടും മായം കലരാത്ത ഉന്നത തലത്തിൽ നിൽക്കുന്നവരാണെങ്കിൽ, മറ്റൊന്ന് യാഥാർത്ഥ്യത്തിൻ്റെ മേലെ ഒരുപാട് മറകൾ മൂടി നിന്നിട്ട് അതൊന്ന് പൊളിക്കണമെന്ന് വിചാരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇത് രണ്ടും, അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടുള്ള ആൾക്കാരാണ്. ഇത് നിഷ്കളങ്കത ഭയങ്കര ഒരു, കാരണം അത് കളങ്കപ്പെട്ടാൽ പിന്നെ നിഷ്കളങ്കതയെ അറ്റൈൻ ചെയ്യാൻ എന്തൊരു പണിയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കുന്ന രീതി, അതുകൊണ്ട് അത്തരത്തിലുള്ള ഭയങ്കര ഉന്നതമായ ബുദ്ധിജീവികൾ എന്നൊക്കെ, ഉന്നതസ്ഥാനീയരായ ബുദ്ധിജീവികളുടെ സാന്നിധ്യങ്ങൾ പോലെ തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകളുടെ സാന്നിധ്യവും ഗുരുവിനെ പോലെയുള്ള ആളുകളെടുത്ത് പിന്നെ വന്ന് നമുക്ക് കാണാൻ പറ്റും. എച്ച് മസ്താൻ പിന്നെ ഒരു മസ്താനാണ്. ഗുരു നമ്മൾ വേറെ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട, ഒരേ സമയം ഒരു സോഷ്യൽ റെവല്യൂഷനും കൂടി കൊണ്ടുവന്നതാണ്. അതാണ് സുഹൈലിൻ്റെ ചോദ്യത്തിലെ മറ്റൊരു ഭാഗം. അത് നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ക്ലീഷയാണല്ലോ സൂഫികളെന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്നൊക്കെ അകന്ന്, എല്ലാറ്റിൽ നിന്നും അകന്ന്, ഇതിലേക്കൊന്നും ചെവി കൊടുക്കാതെ ഇതെന്തൊരു ജീവിതമാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. മനുഷ്യർ പലതരത്തിലുള്ള ആഭിമുഖ്യമുള്ള ആളുകളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ എന്താണ് ഒരു
ഒരു രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതിയിലൂടെ അതിൽ ഇടപെടുന്നതിലൂടെ നല്ലൊരു മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? സമൂഹം നന്നാവണം, സമൂഹത്തിൽ നീതി ഉണ്ടാവണം, അല്ലേ? പ്രധാനമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു ഇതാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് ഇതൊരു സൂഫി വഴിയിലൂടെ പോകുന്ന ആളിലുണ്ടാവാം. പക്ഷെ സൂഫി വഴിയിലൂടെ പോകുന്ന ആളുകൾ മുഴുവൻ ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളായിക്കൊള്ളണം എന്നില്ല. നിറഞ്ഞു നിൽക്കുന്ന ആളുകളുണ്ട്, ആദ്യ ആഭിമുഖ്യമുള്ള ആളുകൾ, അങ്ങനെ ഇല്ലാത്ത ആളുകളുണ്ട്. ഇല്ലാത്ത ആളുകളെ ഇതിലേക്ക് പിടിച്ചു കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം, ഏതെങ്കിലും അർത്ഥത്തിൽ സമൂഹത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ അയാൾ സമൂഹത്തിൽ ഈ കാണുന്ന പ്രകടമായ നീതികേടിനെതിരെയും അയാൾ സംസാരിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരം ഇഷ്ടംപോലെ ആളുകൾ കേൾക്കുന്നുണ്ട്, പൊതുരംഗത്തെക്കുറിച്ച്, പൊതു ഇടങ്ങളെക്കുറിച്ച്. അപ്പോൾ അയാൾ ഇതേക്കുറിച്ച് ബോധവാന്മാരാകണം. അതായിരുന്നു ഈ അർത്ഥത്തിൽ ഇടപെട്ട ഇത്തരത്തിലുള്ള സൂഫി കാഴ്ചപ്പാടുള്ള ആളുകളൊക്കെ അങ്ങനെ. ചില ആളുകൾ അങ്ങനെ ഇടപെടില്ല. അവരവരുടേതായ രീതിയിൽ അവരുടേതായ ആത്മാന്വേഷണങ്ങൾ, ജീവിതത്തെ വെളിച്ചപ്പെടുത്തുക, ചുറ്റുപാടുള്ള ആളുകളെ വെളിച്ചപ്പെടുത്തുക. ആ വെളിച്ചപ്പെടുന്നവരിൽ ഇങ്ങനെ സമൂഹത്തിൽ ഇറങ്ങുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ ആ നിറം അവരിൽ കാണും, അല്ലേ? അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ഒരാളെ പോയിട്ട് നിങ്ങൾ ഇതിൽ ഇടപെടൂ പറയുന്നില്ല ആവശ്യമില്ല. അപ്പം അയാളുടെ ചുറ്റുപാടും ഇടപെടുന്ന രീതി നോക്കിയാൽ മതി. പക്ഷേ ചുറ്റുപാട് എന്ന് പറയുന്ന ഒരു സാധനം പഴയ കാലത്തെ പോലെയല്ല. ഇന്ന് നമുക്കിങ്ങനെ ഭൂമിശാസ്ത്രമായ ഒരു ചുറ്റുപാടില്ലല്ലോ. നമ്മുടെ ചുറ്റുപാട് വളരെ വലുതാണ്, അല്ലേ? അപ്പോൾ ഇവിടെയുള്ള ഒരു കാര്യത്തിൽ ഇടപെടുന്ന ഒരാൾ, അല്ലെങ്കിൽ മറ്റൊരുപാട് ആഗോള വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാൾ, അയാൾ ചിലപ്പോൾ ആഗോള തലത്തിൽ നിലനിൽക്കുന്ന നീതികേടിനെതിരെ അടിച്ചമർത്തപ്പെടുന്നവർക്ക് വേണ്ടി ശബ്ദിക്കേണ്ടി വരും. അതിലൊന്നും പോകാത്ത ആൾ ചിലപ്പോൾ അയാൾ ആദ്യമേ ഹിറയിലായിരിക്കും, ഒരു ഹിറ എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരിക്കും. അയാളുടെ ജീവിതകാലം മുഴുവൻ അയാൾ ഹിറയിലായിരിക്കും. അങ്ങനെ ഒരാൾ ഇരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാനുള്ള അവകാശമൊന്നും നമുക്കില്ല. പുറത്ത് വന്ന ഒരാൾ, പുറമേ എന്ന് പറയുന്നൊരു സ്ഥലം അലങ്കരിക്കുന്ന ഒരാൾ, അയാൾ പുറമേ ഇടപെടുന്നതിൽ കാപട്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാവും. ഇതാണ് ഈ വിഷയത്തിൽ എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പം ഞാൻ പുറത്ത് ഇടപെടുന്ന ആളുകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ആ അർത്ഥത്തിൽ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലൊക്കെ ഈ അർത്ഥത്തിൽ, കാരണം എൻ്റെ ഒരു ഇടം അതുകൂടിയാണ്. അങ്ങനെ അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ തന്നെയാണ്. അവരെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിട്ട് ഇതിൽ പ്രതികരിക്കുന്നവർ സെലക്റ്റീവാണെങ്കിൽ നമുക്കത് വേഗം മനസ്സിലാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ച. അപ്പോൾ ഇതിൻ്റെ ഒരു ഷർത്ത് ഒന്നുമല്ല. ഓക്കെ, അതായത് പ്രതികരിച്ചോളണം എന്നുള്ളതൊരു ഷർത്തില്ല. ഇപ്പം ബുദ്ധൻ ഒരിക്കൽ പറയുന്നതായിട്ട് പറയാം, അപ്പം എൻ്റെ പ്രശ്നം ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, എൻ്റെ പ്രശ്നം മനുഷ്യരുടെ, സാധാരണക്കാരായ ആളുകൾക്ക് നീതി, അല്ലെങ്കിൽ ഒരു പൊതുനീതിയാണ് എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കാണാം. അതേപോലെ തന്നെ ഒരു വരി നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ പറയുമ്പോൾ തന്നെ പറയാറുണ്ട്, ഇതിൻ്റെ മീനിങ് ഇത് തന്നെ ആവണമെന്നില്ല, അവരുദ്ദേശിച്ചത് വേറെയാണെന്ന് പറയാറുണ്ട്. അതായത് പട്ടണ വീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം പെട്ടിപ്പാട്ടും പാടി നടക്കുന്ന പട്ടിണി തേക്കോലങ്ങൾ എന്നൊരു വരി പറയാറുണ്ട്. അപ്പം അതിലൊക്കെ കാണുന്ന, അതായത് മനുഷ്യൻ്റെ പട്ടിണി കാണുന്ന, അല്ലെങ്കിൽ സാധാരണക്കാരുടെ പ്രശ്നം കാണുന്ന, അതല്ലെങ്കിൽ അവർ തമ്മിലുള്ള, അതായത് പട്ടണ വീതിയിലൂടെ എന്ന് പറയുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, കുറച്ചുകൂടി പ്രമാണിമാരായിട്ടുള്ള പൈസക്കാരായിട്ടുള്ള ആളുകളെയും അതേസമയം നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെയും ഈ ഒരു അന്തരം അവർ കാണുന്നത് കാണാം. അതായത് ബുദ്ധനിലും ഇത് കാണാം, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിലും നമുക്കത് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ ഗുരുവിനെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഗുരു ഒരേ സമയം ഇപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, ഗുരുവിൻ്റെ അടുത്ത് ആരോ വന്നിട്ട് പറഞ്ഞത്രേ, അയ്യപ്പൻ ദൈവമില്ല എന്ന്, സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞ സമയത്ത് അയ്യപ്പൻ ദൈവമില്ല എന്ന് പറഞ്ഞാലും പ്രവൃത്തികളിൽ ദൈവമുണ്ട് എന്ന് പറയുന്നത് കാണാം. അപ്പം ഇതിലൊക്കെ കാണുന്നത്, അതായത് ദൈവമുണ്ടോ ഇല്ലേ എന്നുള്ളൊരു പ്രശ്നം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ഉണ്ട്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു പൊതുനീതിയെ ഇവരൊക്കെ ഇങ്ങനെ മുന്നോട്ട് വെക്കുന്നതായിട്ട് കാണാം. ഞാൻ ചോദിക്കുന്നത് ആ ഒരു അർത്ഥത്തിൽ ഒരു ബഹുസ്വരത, ഇപ്പം അജ്മീർ ഹാജ എന്ന് പറയുന്നത്, ഇപ്പം ഇന്ത്യൻ സൂഫികളുടെ കഥ പറയുന്ന സമയത്ത് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു ഏടാണ് അജ്മീർ ഹാജ. ഹാജയുടെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമുക്കൊരു ഇന്ത്യൻ ബഹുസ്വരത വേണമെങ്കിൽ കാണാൻ പറ്റും. അവിടെ പള്ളിയിൽ കയറാൻ പറ്റാത്ത പെണ്ണുങ്ങളില്ല, അവിടെ അമ്പലത്തിൽ കയറാൻ പറ്റാത്ത ആളുകളില്ല. അപ്പം എല്ലാ ആളുകൾക്കും, ഇന്ത്യയിലുള്ള എല്ലാ ജാതി മതഭേദമന്യുള്ള ആളുകൾക്കും അജ്മീറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് കാണാം. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പം
മുഗൾ കാലഘട്ടത്തിലൊക്കെ നമുക്ക് ഈ സൂഫി അല്ലെങ്കിൽ ഒരു പേർഷ്യ ആയിട്ടുള്ള ബന്ധം, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഞാൻ ചോദിക്കുന്നത്, ആ ഒരു അർത്ഥത്തിൽ ബഹുസ്വരത എന്നത് സൂഫിസം മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമാണോ? ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം ബഹുസ്വരതയാണ്. അപ്പോൾ അത് സൂഫിസം എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്? മനുഷ്യരുടെ ഈ കളർഫുൾനെസ് എന്നുള്ളത് ഈ സൂഫി ഇടങ്ങളിലെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യത്തിൽ ഒരു ഭംഗിയാണത്. ബഹുസ്വരത ഇവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമാണോ എന്നുള്ളത്, ബഹുസ്വരത എന്നുള്ള ആ വാക്ക്, അല്ലെങ്കിൽ ഇനി ഈവൻ രാഷ്ട്രീയം എന്നുള്ളൊരു വാക്ക്, അപ്പോൾ ഈ വാക്കുകൊണ്ട് ഇതിനെ പറയുമ്പോഴാണത് ആ അർത്ഥത്തിലല്ലാതെ നോക്കുമ്പോൾ എല്ലാ ആളുകളും വരുന്ന ഇപ്പോൾ അജ്മീർ ഖാജ എന്ന് പറയുമ്പോൾ ആ ജീവിതകാലത്തിൽ എന്താണോ ഉണ്ടായിരുന്നത്, ജീവിതകാലത്ത് എന്താണോ അവിടെ ഉണ്ടായിരുന്നത്, അതുതന്നെയാണ് നമുക്ക് അവരുടെ ദേഹവിയോഗത്തിന് ശേഷവും നമ്മളവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാളുകളും വരുന്ന, ഏതാളുകൾക്കും പോകാൻ പറ്റുന്ന, അങ്ങനെ ഒരുപാട് ഇടങ്ങളുണ്ട്. പിന്നെ ആർക്കും അതിനെ മറികടക്കാൻ കഴിയാത്ത വിധം ഏതർത്ഥത്തിലുള്ള ഒരു റിലീജിയസ് അതോറിറ്റിയുടെ കയ്യിൽ കിട്ടിയിട്ടും കാര്യമില്ല. ആ കാര്യം അവിടെ നടക്കും. ഈ ആളുകൾ വരിക എന്നുള്ള കാര്യം, ചിലപ്പോൾ ശത്രുക്കളായ ആളുകൾ അവിടെ വരും, നമുക്കിഷ്ടപ്പെടാത്ത ആളുകൾ അവിടെ വന്നു എന്ന് വരും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ തന്നെ നടക്കും. അപ്പോൾ അതവർ മുന്നോട്ട് വെക്കുന്ന എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഇതൊരു എന്താ പറയുക, ഈ ആത്മാന്വേഷണത്തിൻ്റെ വഴി എന്ന് പറയുന്നതും ഇതിൻ്റെ ഈ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് എന്ന് പറയുന്നതൊക്കെ ഓരോ ആളുകളിലും വ്യത്യസ്തമാണ്. പലതരം ആളുകൾ. ഇപ്പം ഇന്ന് സുഹേൽ ഭായിക്ക് തന്നെ അറിയണ്ടാവും, ഒന്ന് നമ്മൾ കാണുന്ന പലതരത്തിലെ ആളുകളുണ്ട്. അടുക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, ആർക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളുണ്ട്, അല്ലേ? അപ്പോൾ അവരുടെ അടയാളമുണ്ടല്ലോ, അത് അവരുടെ ദേഹവിയോഗത്തിന് ശേഷവും സ്ഥാപനവൽക്കരിക്കപ്പെട്ട് ഇങ്ങനെ നിൽക്കും, അല്ലേ? അങ്ങനെയാണ് വരുന്നത്. നമ്മൾ നോക്കേണ്ടത് ഇതേ കാര്യത്തിൽ നിൽക്കുന്ന ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ചുറ്റുപാട് എങ്ങനെയാണെന്ന്. ആളുകൾ തന്നെ വരാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. കാരണം അവർക്ക് ഒരാൾ വരിക എന്നുള്ളത് പോലും താൻ കളങ്കപ്പെടുക എന്നതിലേക്ക് പോവുകയാണോ എന്നുള്ള വിചാരമുള്ള ആൾക്കാരുണ്ടാവും, അല്ലേ? ഞാനൊരു നേതാവായി പോവുക എന്നുള്ളവരുണ്ടാവും. ഇനി ഏറ്റവും പ്രബുദ്ധതയെ അത്രയും അറ്റൈൻ ചെയ്ത, അഥവാ ഏറ്റവും ഉന്നതസ്ഥാനീയരായിട്ടുള്ള ആളുകളിൽ തന്നെ അത് പ്രോത്സാഹിപ്പിക്കണം എന്ന് ആഗ്രഹമില്ലാത്ത ആളുകളുണ്ടാവും. എന്തിനാ ആളുകൾ എൻ്റെ അടുത്ത് വരുന്നത് എന്നുള്ളവരുണ്ടാവും. എന്നാലും എല്ലാവരും എൻ്റെ അടുത്ത് വരട്ടെ, അങ്ങനെയുള്ളവരുണ്ടാവും. ഇതൊക്കെ വിവിധ തരത്തിലുള്ള രീതികളാണ്. ഇത് നമുക്കിപ്പോൾ ഈ ഒരൊറ്റ സംസാരത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകളിൽ ഇതിൽ പലതരത്തിലുള്ള ആളുകളെ കണ്ടുവരുണ്ടാവും. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഷയിൽ ഇത് പറയുന്നത്. അപ്പോൾ അതിനൊന്നും ഇതിന് ഇത്തരത്തിലുള്ള പൊതു മാനകങ്ങൾ കൊണ്ട് നമുക്കിതിനെ അളക്കാൻ കഴിയില്ല. ഇതിനളക്കാൻ കഴിയുന്ന പൊതു മാനകങ്ങൾ ശരിക്കില്ല. ഉണ്ടെങ്കിൽ അവരെത്ര നല്ല മനുഷ്യരാണ്, അവരുടെ ഹൃദയം നന്നായിട്ടുണ്ടോ, അവരുടെ അസൂയുണ്ടോ, അവർ പ്രകടമായിട്ട് അവരിൽ അഹങ്കാരമുണ്ടോ, അല്ലേ? മാത്രമല്ല അവർ ഈ പ്രപഞ്ചത്തെയോ ഈ പ്രപഞ്ചം എന്ന യാഥാർത്ഥ്യത്തെയോ തന്നെയോ കുറിച്ച് പറഞ്ഞു തരികയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയോ അവരുടെ അനുഭവങ്ങൾ നമ്മൾ അറിയുകയോ ചെയ്യുമ്പോൾ അതിൽ കാപട്യമുണ്ടോ ഇല്ലേ, ഇതാണ് ഇതിനെ നോക്കാനുള്ള ഒരു പ്രകടമായ ഒരു മാനകം എന്ന് പറയുന്നത്. അല്ലാതെ അവർ സാമൂഹിക ഇടപെടൽ ഒരാൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് ഇതിനെ മനസ്സിലാക്കാനുള്ളൊരു മാനദണ്ഡമല്ല. നേരെ മറിച്ച് ഇടപെടുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഇടപെടലിലെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാൻ പറ്റുക, അവർ ഇടപെടുമ്പോൾ എങ്ങനെയാണുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെയൊക്കെ ഒരു രീതി അത് ഈ ബൈ ഡയമെൻഷണൽ ആസ്പെക്റ്റുള്ള ഈ രണ്ട് തരത്തിലുള്ള ഒരേ സമയം സാമൂഹ്യ നവോത്ഥാനവും ഉണ്ട്, അതോടൊപ്പം തന്നെ ആത്മീയമായിട്ടുള്ള മനുഷ്യരെ പരിവർത്തിപ്പിക്കലുമുണ്ട്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഈ മമ്പുറം തങ്ങൾ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ മമ്പുറം മഖാമൊക്കെ തന്നെയും ഈ അർത്ഥത്തിലുള്ള ചിലപ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിലെ മതാധികാരത്തിൻ്റെ റൂട്ട് ചിലപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ അവിടെയും ചിലപ്പോൾ ഇപ്പോഴും നമുക്ക് അവിടെ എല്ലാവർക്കും കയറി ചെല്ലാലോ. പക്ഷെ ആ കയറി ചെല്ലുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ചിലപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് ഒക്കെ പിന്നെ ഉണ്ടായതായിരിക്കും. അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ടാവും, അവർക്ക് അതിൻ്റെ യുക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കേണ്ട ആവശ്യമില്ല.